എന്റെ ചേച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീട്ടിലെ സകലമാന പണിയെടുത്ത് നട്ടലിന്റെ ഡിസ്ക് ഊരിപ്പോയി എന്റെ ഭർത്താവിന്റെ. അതുകൊണ്ടേ ഇനി ആ വണ്ടി ഇവിടെ ഓടണമെങ്കിൽ മിനിമം ഒരു ബെൽറ്റ് എങ്കിലും വാങ്ങിച്ചിട്ടേ പറ്റൂ. അല്ല അഞ്ചനി മോളെ, ഈ ബെൽറ്റ് ഇടാനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ കാർഡ് എടുക്കോ? എടുക്കൂല. എടുക്കത്തില്ലേ? ഈ പാവങ്ങൾ എന്തോ ചെയ്യും മനുഷ്യൻ. നിങ്ങോട്ട് വരട്ട്, ഞാൻ രാവിലെ എണീച്ച് തുറപ്പെടുത്ത് കൈ കൊടുക്കുമെന്ന് അറിയാവുന്നോണ്ട് ഇവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. കുണുക്കു പെൺമണിയേ നുണുക്കു വിദ്യകളാ പോലെ എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഈ വെളുപ്പം കാലത്ത് ഇത് എവിടെ എണീച്ച് പോയി മനുഷ്യ? ഞാൻ ഓടാൻ പോയതല്ലേ? വെളുപ്പിനെ എണീച്ച് ഓടാൻ പോവാൻ നിങ്ങളൊന്ന് ടിപ്പറാ. ശരീരം വീർക്കാൻ വേണ്ടി പോയതാ. ശരീരം വിയർക്കാനാണെങ്കിൽ ഈ പെരക്കകത്ത് കിടക്കുന്ന തടി എടുത്ത് വെട്ടിക്കീറി ഇട്ടാ പോരെ? അയ്യോ അത് പറ്റത്തില്ല. ഇന്നലെ ഞാൻ പനിയായിട്ട് ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? എന്തോന്ന്? തടി അനക്കരുതെന്ന് പോലും. അതുകൊണ്ടായിരിക്കും അടുക്കളയിൽ ചോറും പാത്രവും ഒക്കെ എടുത്ത് അലമാരി വെച്ച് പൂട്ടി വെച്ചത്. അതും ഡോക്ടർ എന്നോട് പറഞ്ഞു ആഹാരം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ആഹാരം ശ്രദ്ധിച്ചു വെക്കണമെന്നല്ല, പിന്നെ നിങ്ങൾ തടി കുറയ്ക്കണമെന്ന്. തടി കുറയ്ക്കാൻ ഞാൻ അടി ചെതലാണ്. എന്റെ പൊന്നു മനുഷ്യ, ഫാറ്റ് കുറയ്ക്കണമെന്ന്. അതാകുമ്പോ റെഗുലേറ്ററെ പിടിച്ച് തിരിച്ചാ പോരെ. ഫാറ്റ് കുറയ്ക്കണമെന്നല്ല, ഫാറ്റ്. നിങ്ങളെ വണ്ണം കുറയ്ക്കണമെന്ന്. അതിന് ഞാനിപ്പോ എന്താ ചെയ്യാൻ പറ്റും? പാർപ്പി തിന്നണം മാറ്റിട്ട് പ്ലേറ്റിൽ തിന്നാ മതി.